ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് മെഗാ ലിവിംഗ് ചലഞ്ചിന്റെ ഫസ്റ്റ് മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് ലൈവ് ആയിട്ട് ഇരുന്നിട്ട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും എൻ്റെ കൂടെ ജേർണിയുടെ ഭാഗമാവണം. എല്ലാ ദിവസവും ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്ക്. അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തന്നെ സെൽഫ് അവയർനെസ് കൂട്ടാനും നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ക്ലാരിറ്റി കൂട്ടാനും നമുക്ക് തന്നെ വേണ്ടുന്ന കുറേ ഒരു റൊട്ടീന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഗാ ലിവിംഗ് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ ഗൈഡൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ കുറച്ച് മുന്നേ ഒരാളൊരു ജേർണിയിലൂടെ ഒക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത്, അതായത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ വഴി വെട്ടി പോകുന്നതിനെക്കാട്ടും എളുപ്പം ഉണ്ടാവും കുറച്ചുകൂടെ നല്ല രീതിയിൽ ആരെങ്കിലും പോയ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കുറച്ച് എളുപ്പമല്ലേ കാര്യങ്ങൾ. എന്നാൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഡൗട്ടും വേണ്ട. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് 30 ഡേയ്സും കമ്മിറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാനുണ്ട്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങളെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. നമ്മുടെ ചുറ്റിലും പ്രശ്നങ്ങളും ചലഞ്ചസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ ഈ ഒരു ട്രാക്ക് ഒന്ന് പിന്നെയും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ആവാൻ വേണ്ടിയിട്ട് ഈ 2025 അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് 30 ഡേയ്സ്. പ്യുവർലി നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളിതിന് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ചെയ്യുക. അതിന് വേറെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യുക, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത് ഒരു നല്ലൊരു അടിപൊളി നോട്ട്ബുക്ക് വേണം. നിങ്ങൾക്ക് തന്നെ മെഗാ ലിവിംഗ് ചലഞ്ച് എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ കഴിവ്, എന്താ പറയാ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ആ പുസ്തകം കാണുമ്പോഴത്തേക്ക് ഈ ഒരു എൻ്റെ ജേർണിനെ ഓർമ്മ വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് കുറച്ച് കളർ സ്കെച്ച് പെൻസ്, പെന്ന്, പെൻസിൽ, ഇതൊക്കെ വേണം ഇത്തിരി കൂടെ ഭംഗിയാക്കാൻ വേണ്ടി. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ചാർട്ട് പേപ്പർ വേണം, ഒരു A4 ഷീറ്റ് വേണം. അപ്പം നാളത്തേക്ക് ഈ ഒരു A4 ഷീറ്റും ഒരു പുസ്തകവും റെഡിയാക്കി വെക്കുക. കാരണം നമ്മൾ ഈ ഒരു ജേർണി എഴുതി വെച്ചിട്ടില്ലേ നമ്മളെടുത്ത് മറന്നു പോകും. നിങ്ങൾക്കറിയോ, സ്റ്റാർട്ടിങ്ങിൽ 10 ദിവസം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു മാജിക് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു മിനിമം ഒരു 10 ഡേയ്സ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന വ്യത്യാസം, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, നമ്മുടെ ഒരു ഔട്ട്ലുക്ക് തന്നെ മാറാൻ തുടങ്ങും. ഈ ഒരു 10 ദിവസമാണ് നിങ്ങൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജേർണി നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നീട് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞാനുണ്ട്. എന്നെ പോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഇത്രയും മെമ്പേഴ്സ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സും സംശയം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ആ ഗ്രൂപ്പിൽ തന്നെ വന്ന് ഷെയർ ചെയ്യുക. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഒരു 30 ഡേയ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കമന്റ് ബോക്സിൽ ചോദിക്കുക, നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് വരുന്ന പോളിൽ ഒന്ന് എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ കാര്യങ്ങൾ. അപ്പൊ നാളെ സെയിം ടൈം, അതായത് 11 o'clock ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈവിൽ ഇരിക്കാം കേട്ടോ. അപ്പോൾ സീ യു ഇൻസൈഡ്. താങ്ക് യു സോ മച്ച്.